ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരും, ഈശോ താനൊരു പ്രവാചകനാണ്. ദൈവഹിതം നിവർത്തിതമാകുന്നതിന് വേണ്ടി സകല മനുഷ്യരെയും തന്നിലൂടെ ദൈവത്തിങ്കിലേക്ക്, സ്വർഗത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടി കടന്നു വന്നവനാണെന്ന് ഈശോ പ്രഖ്യാപിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ 14 മുതൽ ശ്രവിക്കുമ്പോൾ എത്ര അർത്ഥവത്തായി യെശയ്യാ പ്രവാചകൻ വരാനിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നു. സിനഗോഗിലായിരിക്കുന്ന ഈശോ ആ ഭാഗം വായിച്ച് ഇത് ഇന്ന് തന്നിൽ തന്നെ നിറവേറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ശ്രവിച്ച ആളുകളാണ്, അവിടുത്തെ മനസ്സിലാക്കിയവരാണ് സുവിശേഷാത്മകമായി സുവിശേഷത്തിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈശോ പ്രവാചകനാണ്. അവിടുന്ന് പരാമർശിക്കുന്ന ഏലിയ പ്രവാചകനും ഏലീഷ പ്രവാചകനും ഇവരെല്ലാവരും ദൈവത്തിൽ അയക്കപ്പെട്ടവർ തന്നെയാണ്. ആരൊക്കെ വിമർശിച്ചാലും ആരൊക്കെ എതിർത്താലും ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. വിമർശന മുഖികളോട് അവിടുന്ന് പറയുന്നു, പ്രവാചകൻ ഒരു ദേശത്തും വാഴുന്നില്ല, സ്വന്തം ദേശത്ത് നിന്ന് അവഗണിക്കപ്പെടുന്നു. എന്നാൽ ഈ ദേശവും ഈ രാജ്യവും ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റേതാണ് എന്നുള്ള സത്യം അവിടുന്ന് ലോകത്തെ അറിയിക്കുക. അവിടുന്ന് അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യമാണ്, തടവിലാക്കപ്പെടുന്നവരുടെ സമാധാനമാണ്, അവശത അനുഭവിക്കുന്നവർക്ക് ആശ്രയത്വവും സന്തോഷവുമാണ്. ഈ യേശുവിൻ്റെ വാഹകർ തന്നെയാണ് നമ്മൾ. യേശുവിനെ ഇന്ന് നാം കൊടുക്കുന്നത് എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിചിന്തനം ചെയ്യാം. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ആമേൻ.